ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെബ് ഡയറി. ഇന്ന് നമ്മൾ CSSൻ്റെ ഒരു ചെറിയൊരു ഹാക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് കുറച്ച് നാൾ മുമ്പ് വരെ പല പ്രോജക്ട്സിലും ആഡ് ചെയ്യാൻ നോക്കിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസിനെ CSSൽ എന്ത് ചെയ്യാൻ പറ്റും, ആനിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ഒപ്പാസിറ്റി 0 to opacity 1 ആനിമേറ്റ് ചെയ്യാം, ഒരു സ്മൂത്ത് ട്രാൻസിഷൻ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഹൈറ്റ് കൊടുക്കാൻ പറ്റും, വിഡ്ത്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ആനിമേറ്റ് ചെയ്യുന്ന എന്താണ്, ട്രാൻസ്ഫോം, ട്രാൻസ്ലേറ്റോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ട്രാൻസ്ഫോം റൊട്ടേറ്റ്, അല്ലെങ്കിൽ ട്രാൻസ്ഫോം സ്കെയിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആനിമേഷനിലൂടെ ആ ഒരു ട്രാൻസിഷൻ കൊടുക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയത്തില്ല, CSSലെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ട് നമ്മൾ ഗ്രേഡിയൻറ്റ് കളർ സെറ്റ് ചെയ്യുമല്ലോ. ഗ്രേഡിയൻറ്റ് കളർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് ആനിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു നോർമൽ ബിഹേവിയറിൽ നമുക്ക് ഒരിക്കലും അതിനെ ആനിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അത് വേറെ ഒരു സിറ്റുവേഷനിലാണ് വരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ നമുക്ക് രണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജായിട്ട് നമുക്ക് രണ്ട് ഗ്രേഡിയൻറ്റ് കളറുണ്ട്. ഇതിന് രണ്ടിനെയും നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസിഷനിൽ നമ്മൾ എങ്ങനെയാണ് ആനിമേറ്റ് ചെയ്യുന്നത് എന്നാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഹോവർ സ്റ്റേറ്റ് കൊടുക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ HTML നമുക്ക് എന്തുണ്ട്, ഒന്നുകൂടെ സൂം ചെയ്യാം. ഒരു HTMLനകത്ത് നമുക്ക് ഒരു റാപ്പർ ഉണ്ട്, ഒരു CTA ബട്ടൺ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ CS എഴുതി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം ഈ ഒരു റാപ്പറിനകത്ത് വന്നിട്ട് ഈ നമ്മുടെ ബട്ടണിനെ ഒന്ന് സെൻറ്ററിൽ കൊണ്ടുവരണം. അപ്പോൾ അതിനെന്താ ചെയ്യാൻ പറ്റും, നമുക്ക് ഹൈറ്റ് ഒരു 100 VH കൊടുക്കാം. അതിനുശേഷം നമുക്ക് വന്നിട്ട് ഡിസ്പ്ലേ നമുക്ക് ഫ്ലെക്സ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അലൈൻ ഐറ്റംസ് നമ്മൾ സെൻറ്റർ കൊടുത്തു. അതിനുശേഷം നമ്മൾ ജസ്റ്റിഫൈ കണ്ടൻറ്റ് നമ്മൾ സെൻറ്റർ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് സെൻറ്ററിലേക്ക് വന്നു. ഇനി നമുക്ക് നമ്മുടെ CTAയുടെ CSSലേക്ക് കിടക്കാം. ഓക്കെ, ഇനിയിപ്പം CTAക്കകത്ത് നമുക്ക് ടെക്സ്റ്റ് ഡെക്കറേഷൻ നണ്ണ് കൊടുക്കാം. അപ്പോൾ ആ താഴെയുള്ള ആ ഒരു ലൈൻ പോയി കിട്ടും താഴെയുള്ള. ഓക്കെ, എന്നിട്ട് അതിന് നമുക്ക് കളറ് നമുക്ക് ബ്ലാക്ക് ആയി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പം ബാക്ക്ഗ്രൗണ്ട് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് കളർ വെച്ചിട്ട് നമുക്കിതിനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് എഗ് ഗ്രേഡിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റാണ് കേട്ടോ. അതിനകത്ത് നമുക്ക് ഇതുപോലുള്ള ഗ്രേഡിയൻസ് കിട്ടും. അപ്പോൾ ഞാനിത് ഇവിടുന്ന് കോപ്പി ചെയ്തു. അതിനുശേഷം ഞാനിവിടെ വന്നു, ഞാനിതിലിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രേഡിയൻറ്റ് കളർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, ഇതിനൊരു പാഡിങ് കൊടുക്കാം. ഒരു 12 പിക്സൽ ടോപ്പ് ബോട്ടവും ഒരു 30 പിക്സൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും കൂടി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ആ കളർ അങ്ങ് വൈറ്റ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഞാനൊരു ബോർഡർ റേഡിയസ് കൂടി കൊടുക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു മോഡേൺ സ്റ്റൈൽ അനുസരിച്ച് ചെറിയൊരു കർവ് ഉള്ളത് എപ്പോഴും ഒരു നല്ലതായിരിക്കും. അപ്പോൾ CTA കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് കാണിച്ചു തരാം. CTA നമ്മൾ ഹോവർ ചെയ്യാൻ പോവാണ്. CTA എന്ന് പറയുന്ന ബട്ടണിനെ നമ്മൾ ഹോവർ ചെയ്യുമ്പോൾ നമുക്ക് ഈ കളർ വരണം എന്നല്ലേ പറഞ്ഞത്. കോപ്പി ചെയ്തു. അതിനുശേഷം വന്നിട്ട് ഞാൻ കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ എന്ത് കൊടുക്കാം, നമുക്കിവിടെ ട്രാൻസിഷൻ പറഞ്ഞു കൊടുക്കണം. ട്രാൻസിഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, ആ ഒരു സ്മൂത്തായിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്കിപ്പം ഇവിടെ ട്രാൻസിഷൻ ഓൾ ഈസ് 0.5 സെക്കൻഡ് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ പടേന്നും പറഞ്ഞ് കളർ വരികയാണ്. കണ്ടോ, ഇങ്ങനെയല്ല നമുക്ക് വേണ്ട. നമുക്ക് ഈ ഒരു കളറിൽ നിന്ന് ഈ ഒരു കളറിലേക്ക്, രണ്ടാമത്തെ കളറിലേക്ക് ഒരു സ്മൂത്തായിട്ട്, അല്ലെങ്കിൽ ഒരു 1 സെക്കൻഡ് നമുക്ക് കൊടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ അത് വർക്കാവത്തില്ല, അത് വേറെ കാര്യം. ഓക്കെ, അപ്പം ഇതിനുള്ള ഹാക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് HTML വേണ്ടാത്ത ഞാൻ ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇനി മുതൽ വന്നിട്ട് ഈ CTAയുടെ നമ്മുടെ ബിഫോർ എടുക്കാം. ഓക്കെ, സ്യൂഡോ എലമെൻ്റ് എടുക്കാം. അപ്പോൾ ആ ബിഫോറിനകത്ത് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ആദ്യം തന്നെ നമ്മൾ കണ്ടൻറ്റ് കൊടുക്കണം. അതിനുശേഷം കണ്ടൻറ്റ് empty ആയിട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ പൊസിഷൻ അബ്സല്യൂട്ട് കൊടുക്കാൻ പോകണം. ഓക്കെ, പൊസിഷൻ അബ്സല്യൂട്ട് കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് കൊടുത്തു, ലെഫ്റ്റ്
0, അതിനുശേഷം ഞാൻ റൈറ്റ് 0, അതിനുശേഷം ഞാൻ ടോപ്പ് 0, അതിനുശേഷം ഞാൻ ബോട്ടം 0 എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഈ ഒരു കളറില്ലേ, നമ്മൾ ട്രാൻസിഷൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കളറില്ലേ, ആ കളറിനെ ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്തു. രണ്ടും കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ടോപ്പ് 0 കൊടുത്തതിന് ശേഷം ഞാനിവിടെ വന്നിട്ട് ആ ഒരു കളർ കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ ഒരു വാല്യൂ കൂടി കൊടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോട്ടം 0 കൂടി കൊടുക്കണമായിരുന്നു, അതുകൊണ്ടാണ് ആ കളർ ഇവിടെ വരാത്തത്. കണ്ടില്ലേ? അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ആ കൊടുത്ത ആ ഒരു കളറ് മൊത്തത്തിൽ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനർത്ഥം എന്താണ്? നിങ്ങൾക്ക് പൊസിഷനെ പറ്റിയുള്ള നമ്മുടെ നേരത്തെയുള്ള വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ഏതൊരു എലമെൻറ്റിനും പൊസിഷൻ അബ്സല്യൂട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ പേരൻറ്റ് എലമെൻറ്റിന് എന്ത് കൊടുക്കണം? പൊസിഷൻ റിലേറ്റീവ് കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പൊസിഷൻ റിലേറ്റീവ് കൊടുക്കേണ്ട പേരൻ്റ് എന്ന് പറയുന്നത് CT ആണ്. അപ്പോൾ CTക്കകത്ത് പൊസിഷൻ ഇല്ലാത്തത് കൊണ്ട് ബോഡി പൊസിഷൻ റിലേറ്റീവായിട്ട് കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ ഫുള്ളായിട്ട് ഇവിടെ ആ ഒരു കളർ വന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിന് വന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കാം? പൊസിഷൻ നമുക്ക് റിലേറ്റീവ് എന്നും പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ആ റിലേറ്റീവിനകത്തുള്ള സ്പേസ് മാത്രമേ എന്തെടുക്കുള്ളൂ? ബിഫോർ എടുക്കുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളിവിടെ കൊടുത്ത ഒരു ബോർഡർ റേഡിയസ് ഇല്ല, ആ ഒരു ബോർഡർ റേഡിയസ് കൂടി നമുക്കിവിടെ കൊടുക്കണം. കാരണം ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അറ്റം സ്മൂത്ത് അല്ല. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ബോർഡർ റേഡിയസ് എന്ന് പറയുന്നത് ഒരു 4 പിക്സലായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൂൾ. ഇനിയിപ്പോൾ നമുക്ക് ടെക്സ്റ്റ് കാണാൻ പറ്റുന്നില്ല അല്ലേ, ടെക്സ്റ്റ് ഇതിൻ്റെ ബാക്കിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പൊസിഷൻ അബ്സല്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് Z ഇൻഡെക്സ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ പേരൻറ്റിന് നമ്മൾ Z ഇൻഡെക്സ് 1 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഈ ബിഫോറിന് നമ്മൾ എന്ത് കൊടുക്കാൻ പോവാണ്? Z ഇൻഡെക്സ് നമുക്ക് -1 ആയി കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ പൊസിഷൻ റിലേറ്റീവായിട്ടുള്ള നമ്മുടെ പേരൻറ്റ് ഏറ്റവും ടോപ്പിലത്തെ ലെയറിലും അതിൻ്റെ ബാക്കിലേക്ക് നമ്മുടെ എന്ത് പോവും? നമ്മുടെ ഈ ഒരു CTA ബിഫോറും കയറിപ്പോയിട്ട് നമുക്കിപ്പോൾ ഇത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തു വരുന്നത് ഇപ്പോൾ നമുക്കിതിനെ സ്മൂത്തായിട്ട് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇനി മുതൽ CTA ഹോവർ ചെയ്യുമ്പം നമുക്ക് ബിഫോർ എന്ന് പറയുന്ന നമ്മുടെ സ്യൂഡോ എലമെൻറ്റിനകത്തേക്ക് നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് ഒരു ചെറിയൊരു സംഭവം ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ മുകളിൽ കൊണ്ടുവന്ന ഈ ഒരു സാധനമില്ലേ, ഇതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോകണം? ഒപ്പാസിറ്റി നമ്മൾ 0 കൊടുത്തു. അപ്പോൾ നമുക്കറിയാം ഒപ്പാസിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്മൂത്തായിട്ട് നമുക്ക് ആനിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഇനി ഒപ്പാസിറ്റി ഞാൻ 1 എന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ സേവ് ചെയ്തു. ഇനിയിപ്പം ഇത് കണ്ടില്ലേ, ഇപ്പോഴും ആ ഒരു സ്മൂത്ത്നെസ് വന്നിട്ടില്ല അല്ലേ. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഈ ട്രാൻസിഷൻ ഇനി മുതൽ കൊടുക്കേണ്ടത് നമ്മുടെ പേരൻറ്റിനല്ല. കാരണം നമ്മൾ CTA ഹോവർ ചെയ്യുമ്പം CTA ഹോവർ ചെയ്യുമ്പോൾ ബിഫോറിനകത്തുള്ള ഈ ഒപ്പാസിറ്റിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? മാറുന്നത് അല്ലേ. അപ്പം നമുക്ക് ഇനി മുതൽ ട്രാൻസിഷൻ കൊടുക്കേണ്ടത് ഇവിടെയല്ല. അപ്പം നമ്മളിനി ആ ട്രാൻസിഷൻ ഞാൻ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞു. അതിനുശേഷം നമ്മളിവിടെ വന്നിട്ട് ഈ ബിഫോറിന് ഞാൻ എന്ത് കൊടുത്തു? ഇങ്ങനെ കൊടുത്തു, സേവ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ വരുമ്പം കണ്ടില്ലേ, നേരത്തേനേക്കാളുള്ള വ്യത്യാസം കണ്ടോ? നമ്മൾ സ്മൂത്തായിട്ടാണ് വരുന്നത് കണ്ടോ. ഇപ്പോൾ ഞാൻ ആ ഒരു ട്രാൻസിഷൻ എടുത്ത് കളഞ്ഞാലോ? ട്രാൻസിഷൻ എടുത്ത് കളയുകയാണെങ്കിൽ നിങ്ങൾ നോക്കണം ആ വ്യത്യാസം കണ്ടോ, പടേന്നും പറഞ്ഞാണ് വരുന്നത് കണ്ടോ. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള ഒരു കുഞ്ഞ് ഹാക്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് വേറൊരു കുഞ്ഞ് ടിപ്പ് കൂടി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഓൾ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇവിടെ ഒരു കാരണവശാലും കൊടുക്കരുത്. കാരണം അത് സിസ്റ്റം റിസോഴ്സ് ഒരുപാട് യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഓൾ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പം ട്രാൻസിഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഓൾ അല്ല. ഓൾ എന്ന് പറയുമ്പം ബ്രൗസർ എല്ലാം ചെക്ക് ചെയ്യണം. അതായത് ഒപ്പാസിറ്റി ആണോ, വിഡ്ത്ത് ആണോ, ഹൈറ്റ് ആണോ, ട്രാൻസ്ഫോം ആണോ, എന്താണെന്ന് അതിനറിയത്തില്ല ഇവിടെ വരുന്നത് വരെ, ഒപ്പാസിറ്റി ആണെന്നുള്ളത് വരെ. അപ്പം നമുക്കിവിടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഇതുപോലുള്ള ആനിമേഷൻ ചെയ്യാൻ നേരം എന്ത് കൊടുക്കുക? ഏത് പ്രോപ്പർട്ടി ആണോ നിങ്ങൾ ആ ഒരു ട്രാൻസിഷൻ, സ്മൂത്ത് ട്രാൻസിഷൻ കൊടുക്കുന്നതെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ബ്രൗസറിന് അത്രയും ആ ഒരു ടാസ്ക് കുറഞ്ഞിരിക്കും. കണ്ടില്ലേ, സ്മൂത്തായിട്ട് വരുന്നുണ്ടോ? അടിപൊളിയല്ലേ? അപ്പോൾ ഈ ഒരു ചെറിയൊരു കുഞ്ഞ് ഹാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.